എന്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. അതൊക്കെ നേരത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമായിരുന്നു. ഇപ്പോഴല്ല കണ്ടുപിടിക്കണം. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ അച്ഛനെ ഇഷ്ടമല്ല. ഞാൻ ഒരു ദിവസം രാത്രി എന്റെ അച്ഛനെ 1 മണിക്കൂർ സ്വപ്നം കണ്ടത് അത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ കരണത്തടിച്ചു. സ്വപ്നം കണ്ടതിനല്ല സാറിനെ ഞാൻ കരണത്തടിച്ചത്. പിന്നെ എന്തിനാണ്? അത്രയും സമയം കിട്ടിയിട്ടും സ്ത്രീധനത്തിന്റെ കാര്യം പറയാത്തത് കൊണ്ടാണ് എന്റെ കരണത്തടിച്ചത്. വേണ്ട, എന്നോട് മിണ്ടണ്ട. ഞാൻ നിങ്ങളോട് പിണക്കമാ. സാർ ഇങ്ങ് വരൂ, ഇരിക്കൂ. ലാറിത്താവളത്തിലെ ജോലി കൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് ഞാനൊരു പോത്ത് വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങളുടെ കാര്യം ഞാൻ നോക്കാം, പക്ഷേ നിങ്ങളുടെ അച്ഛന്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി സാറേ. അല്ലെങ്കിലും എന്റെ അച്ഛനെ പറയാൻ നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ്. വേണ്ട, ഞാൻ നിങ്ങളോട് മിണ്ടുന്നില്ല. സാറേ, എന്നോട് പിണങ്ങാതെ സാറേ. ഞാനിങ്ങനെ പിണങ്ങുന്നതിന്റെ അവസാനം ഒരു ഇണക്കമുണ്ടാകും. ആ ഇണക്കം കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ സാരഥയ്ക്ക് എന്താണ് ഒരു നാണം? പറൂ സാറത് ഇരിക്കൂ. അയ്യോ, ലാറിത്താവളത്തിൽ ഒരാഴ്ചയോളം പണിയില്ല. അപ്പോൾ പ്രഭാകരൻ മുതലാളി എന്നോട് പറഞ്ഞു മറ്റെന്തെങ്കിലും പണി നോക്കിക്കോളാൻ. ഒരു കാര്യം അറിയാമോ? 6ഉം 7ഉം പെറ്റ എന്റെ കൂട്ടുകാരികൾ പറയുന്നു എനിക്ക് വിശേഷമൊന്നുമില്ലേ എന്ന്. 6ഉം 7ഉം പെറ്റവർക്കല്ലേ സാറേ വിശേഷം? നിനക്കെന്ത് വിശേഷം? മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പറയൂ. ഇവിടെ അടുത്ത് വിഗതകുമാരൻ ഓടുന്നുണ്ട്. അതെന്താ, ആ കുമാരന് കുതിരയില്ലേ വെറുതെ കിടന്ന് അങ്ങേര് ഓടാൻ? അതല്ല, ഇവിടെ അടുത്തുള്ള ടാക്കീസിൽ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ എന്നൊരു പടം ഓടുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പോയി അത് കണ്ടാലോ? എന്തിനാണ് സാറേ ആ സിനിമ പോയി കണ്ട് വെറുതെ കാശ് കളയുന്നത്? പിന്നെന്ത് ചെയ്യും? കൊട്ടകയ്ക്ക് പുറത്തു പോയി നിന്നാൽ നമുക്കതിന്റെ ശബ്ദരേഖ കേൾക്കാൻ മേലേ. രാജേട്ടാ, എന്താണ്? ആരാണത്? പ്രഭാകരൻ മുതലാളി ആണേ. പ്രഭാകരൻ മുതലാളി? ആ മുതലാളി, ആ വാതിലൊന്ന് തുറക്കുമോ? പട്ടി എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. മുതലാളി അങ്ങോട്ട് ഇരുന്നാട്ട മുതലാളി. ഇരുന്ന് ആട്ടാനോ? അപ്പൊ നിന്ന് ആട്ടണ്ടേ? അതല്ല മുതലാളി പറഞ്ഞത്. ഈ പാവങ്ങളുടെ കുടിയിൽ വന്നിട്ട് മുതലാളിയെ ഇരുത്താൻ ഒരു കസേര പോലുമില്ല. ഞങ്ങൾക്കായുള്ളത് ഈ കട്ടിലാണ് മുതലാളി. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം കേട്ടോ രാജ. ഓക്കെ. ഞാൻ ഈ രാത്രിയിൽ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയുമോ? അറിയില്ല. നിന്നോട് ഞാൻ ഓട്ടം ലോറിക്ക് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് എവിടുന്നോ ഒരു ഓട്ടം വന്നു. കോയമ്പത്തൂർക്ക് ലോഡ് കൊണ്ട് പോകണം. അപ്പോ രാജൻ ഇപ്പൊ ഈ നിമിഷം തന്നെ ലോറിയുമായി കോയമ്പത്തൂരിന് പോകണം. അയ്യോ മുതലാളി, എന്റെ ഭാര്യ സാരഥ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തിനാ രാജാ പേടിക്കുന്നേ? നാനേ ഇവിടെ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ വരുന്നതിന് മുമ്പ് ഗോപാലനെ ഒന്നും ഒരാൾ എന്റെ ഡ്രൈവറായിട്ട് ഇരുന്നു. അയാളെ ഞാൻ മദ്രാസിയിലേക്ക് ഒരു ദിവസം ലോഡിന് പറഞ്ഞു വിട്ടപ്പോൾ ആ ഗോപാല എന്നോട് പറഞ്ഞു, മുതലാളി എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ്, ആരും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഗോപാല, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന്. 3 വർഷം കഴിഞ്ഞാണ് ആ ഗോപാലൻ മദ്രാസിൽ നിന്നും ലോഡുമായി തിരിച്ചു വരുന്നത്. അവൻ തിരിച്ചു വന്നപ്പോൾ 2 കുട്ടികളെ അവന്റെ ഭാര്യയും ഭദ്രമായി അവന്റെ കൈകളേൽപ്പിച്ചു. അല്ല മുതലാളി, ഗോപാലൻ പോയപ്പോൾ അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെങ്ങനെ? 10-20 വർഷം എന്റെ കൂടെ വളയം പിടിച്ച പയ്യനല്ലേ, ഞാൻ എന്തേലും തിരിച്ച് ചെയ്യണ്ടേ? അതാണ്. മനസ്സിലായോ? മനസ്സിലായി മുതലാളി. മുതലാളിക്ക് വരുന്ന കൂട്ടത്തിൽ ഈ ടെലഫോൺ എന്തിനാണ് കൊണ്ടുവന്നത്? ഞാൻ വീട്ടിലില്ലല്ലോ, ഇവിടെ നിൽക്കുകയല്ലേ. അപ്പൊ വീട്ടിൽ എനിക്കുള്ള ഫോൺ വന്നാൽ ആര് എങ്ങനെ അറിയും? അതുകൊണ്ടാണ് ഈ ഫോൺ കൊണ്ട് ഞാൻ നടക്കുന്നത്. എവിടെ പോയാലും. രാജേട്ടാ, ഒന്നിങ് വരൂ. മുതലാളിയെ കണ്ടോ? സംസാരിക്കാൻ ഫോണും കൊണ്ടാ നടക്കുന്നത്. ഭാഗ്യവനല്ലേ? നിനക്കറിയില്ല, ശംഖുമുഖത്ത് കിടക്കുന്ന മത്സ്യകന്യകയുടെ വാലിൽ ചെന്ന് കിട്ടട്ടെ. ആ മത്സ്യകന്യകയുടെ ചെവിയിൽ ചെന്ന് ഇങ്ങേര് രഹസ്യം പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? എന്താണ് രാജേട്ടാ? ആരുമില്ലാത്തപ്പോൾ വിളിച്ചാൽ മതി വരാമെന്ന്. അത്രയ്ക്ക് മോശക്കാരനാണ്. എന്താ 2 ആള് കൂടെ ഒരു ഒന്നുമില്ല.
മുതലാളി വന്നിട്ട് വെള്ളം പോലും തരാൻ പറ്റിയില്ലല്ലോ എന്ന് എന്റെ ഭാര്യ പറയുമായിരുന്നു. കുഴപ്പമില്ല രാജ, ഇപ്പോൾ തന്നെ കോയമ്പത്തൂരിന് ലോഡുമായി നീ പോകണം. അല്ല മുതലാളി, എന്റെ ഭാര്യ ഇവിടെ ഒറ്റയ്ക്ക് ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ. ശരി മുതലാളി, ഇപ്പോൾ തന്നെ ലോഡുമായി കോയമ്പത്തൂർക്ക് പോ. മുതലാളി, ഞാനൊരു കാര്യം ചോദിച്ചാൽ മുതലാളിക്ക് നീരസം തോന്നരുത്. എനിക്ക് ഒരു നീരസവും ഇല്ല, ചോദിച്ചോളൂ രാജ. ഞാന് എവിടെയെങ്കിലും പോകുമ്പോള് എന്റെ സാരഥിക്ക് ഒരു ഉമ്മ കൊടുക്കാറുണ്ട്. ഞാനത് കൊടുത്തോട്ടെ മുതലാളി? രാജൻ എന്ത് തോന്നിയമാസമാണ് പറയുന്നത്? എന്താ? ഒരു അന്യപുരുഷൻ നിൽക്കുമ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കാമെന്നോ? രാജൻ ഒരു കാര്യം ചെയ്യൂ, എന്റെ നെറ്റികൾ ഉമ്മ വെക്കൂ. മറ്റ് അന്യപുരുഷന്മാരില്ലാത്തപ്പോൾ ഞാൻ കൊടുത്താൽ പോരെ? അത് കൊള്ളാം. ഇപ്പോൾ തന്നെ രാജൻ പോകൂ കോയമ്പത്തൂർക്ക്. ശരി മുതലാളി. വിക്കലക്കുന്നുണ്ട്, പൊക്കോ. ചെല്ല, ഇപ്പോൾ തന്നെ പൊക്കോ, കോയമ്പത്തൂരിന് വിട്, പൊക്കോ. ശാരദേ മുതലാളി, ഞാൻ ഇനി ഈ അസമയത്ത് ഇവിടെ ആരെയും നിൽക്കുന്നില്ല. അതെ. കാരണം മറ്റുള്ള ആരെങ്കിലും കണ്ണിൽപ്പെട്ടാൽ ശാരദയ്ക്ക് അത് നാണക്കേടാണ്. അവർ അവതും ഇതുമൊക്കെ പറഞ്ഞുണ്ടാക്കും. എനിക്കും അത് മോശമാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത്. ശരി മുതലാളി. കേട്ടോ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി മുതലാളി. കഥ പടച്ചേക്കൂ. കോയമ്പത്തൂർ കാവാൻ. എന്ത് നല്ല മുതലാളി! ഇങ്ങനെ ഒരു മുതലാളിയെ കിട്ടിയതിൽ എന്റെ രാജേട്ടൻ ഭാഗ്യവാനാണ്. ആരാത്? പ്രഭാകരൻ പോലാളിയാണേ. എന്താ മുതലാളി ഇപ്പൊ ഈ സമയത്ത്? ഒന്ന് വാതിൽ തുറക്കാമോ? പുഴത്ത് നല്ല മഴ പുറത്ത്. അയ്യോ, ഒന്ന് തുറക്കാമോ?